അങ്ങനെ നമ്മുടെ ഒരു വർഷം കൂടിയും കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന വർഷം എല്ലാവർക്കും എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പറ്റിയൊരു വർഷമാവട്ടെ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ആൾക്കുള്ള റെസിപ്പി തന്നെ ആവട്ടെ. യാതൊരുവിധ ആർഭാടങ്ങളും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 4 സവോള കട്ട് ചെയ്തത്. അപ്പോൾ ചിക്കൻ ഞാനവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഒരു 4 സവോള കട്ട് ചെയ്തും കൂട്ടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇത്രയും സാധനം ഞാനൊന്ന് മിക്സിയിലിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം കൂടി പോകുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി വേവാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണം കുറച്ച് ഗരം മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ആ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കഴുകി മാറ്റി വെച്ചേക്കണം ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മസാലയ്ക്ക് എല്ലായിടത്തും എത്തുന്ന ഭാഗത്തിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് അങ്ങനെ പോവരുത് കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കറി അടിയിൽ പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളമൊക്കെ കറക്റ്റ് ഒന്ന് നോക്കിയെടുക്കണം. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. ഇത്ര ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഈ ഒരു പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ.